ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം എന്ന് വ്യാസനാൽ സ്വയം വിശേഷിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത ഭൂമിയെയും പശുവിനെയും ഒക്കെ അമ്മയായി കാണപ്പെടുന്ന നമ്മളുടെ സംസ്കാരം ആ ഭഗവത്ഗീതയെയും അമ്മയായി തന്നെ ഗണിക്കപ്പെട്ടു. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണിം ഭഗവതി അഷ്ടാദശാധ്യായിനിം അമ്പത്വാമനുസന്തതാം ഭഗവത്ഗീതേ ഭവദ്വേഷിണി. മഹാവിഷ്ണുവിന്റെ അവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണനാൽ അർജുനന് ഉപദേശിച്ചു കൊടുക്കപ്പെട്ടതും മഹാഭാരതമധ്യേ പുരാണ മഹർഷിയായിരിക്കുന്ന വ്യാസനാൽ രചിക്കപ്പെട്ടതും അദ്വൈത സിദ്ധാന്തമാകുന്ന അമൃതത്തെ വർഷിക്കുന്നതും ഐശ്വര്യത്തോടു കൂടിയതും 18 അധ്യായങ്ങളോട് കൂടിയതുമായ നിന്നെ, അല്ലയോ സംസാരനാശിനിയായ ഭഗവത്ഗീത മാതാവേ, ഞാൻ എപ്പോഴും അവിടുത്തെ ധ്യാനിക്കുകയാണ്. ഉപനിഷത്തുക്കൾ ഗോക്കളും കൃഷ്ണൻ കറവക്കാരനും അർജുനൻ കിടാവും ഗീതാമൃതം പാലുമാകുന്നതാണ്. ഈ ഗീതയിലാകട്ടെ ആകെ 700 പദ്യങ്ങളാണ് ഉള്ളത്. അതിൽ 475 ശ്ലോകങ്ങളും ശ്രീകൃഷ്ണൻ പറയുന്നവ തന്നെയാണ്. 84 ശ്ലോകങ്ങൾ അർജുനൻ പറയുന്നതും 40 ശ്ലോകങ്ങൾ സഞ്ജയ ശ്ലോകങ്ങളും ഒരെണ്ണം ധൃതരാഷ്ട്ര മഹാരാജാവുമാണ് പറയുന്നത്.